കൂട്ടുകാരെ. ഹായ്. എല്ലാവരും സുഖാണോ? സന്തോഷാണോ? സുഖാണോ? നമ്മുടെ ഒപ്പം ഇന്ന് ആരുണ്ട്? നമ്മുടെ കിട്ടുണ്ട്. എൻ്റെ അങ്കിളുണ്ട്. കിട്ടുവിൻ്റെ ഒപ്പം അങ്കിളുണ്ട്. നമുക്കൊരു കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂടെ കൂട്ടുകാരുണ്ട്. അപ്പോൾ കിട്ടുണ്ട്, അങ്കിളുണ്ട്, അപ്പോൾ കൂട്ടുകാരുണ്ട്. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. എല്ലാവരോടും ദൈവസ്നേഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ കഥ മതി എന്നാണ് പറയണേ. കിട്ടുവിന് കഥയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പുതിയൊരു കഥ നമ്മളിന്ന് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന കഥ സമർത്ഥനായ ഒരു കാട്ടാടിൻ്റെ കഥയാണ്. സോറി, തെറ്റിപ്പോയി കേട്ടോ. അത് കിട്ടുവിന് അറിയാം അല്ലേ? അപ്പോൾ കഥ കിട്ടുവിന് അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? സ്വാർത്ഥനായ. അപ്പോൾ സ്വാർത്ഥനായ ഒരു കാട്ടാടിൻ്റെ കഥയാണ്. സ്വാർത്ഥനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളെയാണ് സ്വാർത്ഥൻ എന്ന് പറയുന്നത് കേട്ടോ. സ്വന്തം കാര്യം മാത്രം. അവന് പിന്നെ തൻ്റെ വിശപ്പ് നോക്കുക, തൻ്റെ വസ്ത്രം നോക്കുക, തൻ്റെ ഇഷ്ടങ്ങൾ നോക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ആടിൻ്റെ കഥയാണ്, ഒരു കാട്ടിലെ ഒരു ആടിൻ്റെ കഥ. സ്വാർത്ഥനായ ആടിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്വാർത്ഥനായ ഒരു കാട്ടാട് ഇങ്ങനെ നല്ല പുല്ല് മേഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറയാം. അപ്പോൾ പുല്ല് മേഞ്ഞ് നിൽക്കുമ്പോഴുണ്ടല്ലോ ഒരു വേടൻ അതുവഴി വന്നു. വേടനെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കുന്ന ആളിനെയാണ് വേടനെന്ന് പറയുന്നത്. എങ്ങനെയാണ് വേട്ടയാടുന്നതെന്ന് കിട്ടുവിനറിയില്ല. അവരുടെ കയ്യിൽ ഒരുപക്ഷെ തോക്കുണ്ടാവും, അത് വെച്ച് വെടിവെച്ച് വീഴ്ത്തും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടാവും, അത് വെച്ച് അവർ അമ്പ് ചെയ്ത് വീഴ്ത്തും. അങ്ങനെ വേട്ടയാടുന്നവരെയാണ്, മൃഗങ്ങളെ വേട്ടയാടുന്നവരെയാണ് വേടനെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേടൻ ഇങ്ങനെ അതുവഴി വന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്തെന്നറിയാമോ? ഈ കാട്ടാടിനെ കണ്ടു. അപ്പോൾ കാട്ടാടിനെ എന്ത് ചെയ്യും? പിടിക്കും, വേട്ടയാടി പിടിക്കും. അപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും എടുത്ത് ഉന്നം വെച്ച് ഈ കാട്ടാടിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഈ കാട്ടാട് ഈ മനുഷ്യനെ കണ്ടു. കാട്ടാട് എന്ത് ചെയ്യുന്നറിയാമോ? വേഗത്തിൽ ഓടി. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മനുഷ്യൻ ആ ആടിൻ്റെ പിന്നാലെ ഓടി. ഈ ആട് ഓടി 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 ചെന്ന് ഒരു വള്ളിപ്പടർപ്പിനുള്ളിലേക്ക് കയറി കേട്ടോ. വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയും ആ വള്ളികളും കൊണ്ട് ഒരു ഇരുട്ട് പിടിച്ച ഒരു സ്ഥലം, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ആട് കയറിപ്പോയി. എന്നിട്ട് പറയാം. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ വേടൻ പുറകെ ഓടി വന്നപ്പോൾ ഈ വള്ളിപ്പടർപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആടിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. കുറേ സമയം അദ്ദേഹം അവിടെയൊക്കെ നോക്കിയിട്ട് കുറേ കൂടെ മുമ്പോട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ ആട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ വള്ളിപ്പടർപ്പിനെ തിന്നാൻ തുടങ്ങി. അപ്പോൾ വള്ളിപ്പടർപ്പ് പറഞ്ഞു, ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്, നിനക്ക് എന്നെ തിന്നാതിരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ലേ കിട്ടുപോയി? ശരിയാണ്. വള്ളിപ്പടർപ്പല്ലേ രക്ഷിച്ചത്, അപ്പോൾ വള്ളിപ്പടർപ്പിനെ അത് നശിപ്പിക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ ഈ ആട് എന്ത് പറഞ്ഞെന്നറിയാമോ? പറയാം. ആട് പറഞ്ഞു, പിന്നെ എനിക്കിപ്പോൾ എൻ്റെ വിശപ്പാണ് വലുത്, ആ വിശപ്പ് എനിക്ക് മാറ്റണം. നീ എന്നെ രക്ഷിച്ചതൊക്കെ ശരി തന്നെയാണ്, എനിക്ക് പിന്നെ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, എനിക്ക് എൻ്റെ വിശപ്പ് മാറ്റണം എന്ന് പറഞ്ഞു ആട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ വള്ളിപ്പടർപ്പ് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ മുമ്പോട്ട് ഓടിപ്പോയ പിന്നെ വേടനുണ്ടല്ലോ, അദ്ദേഹം കുറേ കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോഴത്തേക്കും വള്ളിപ്പടർപ്പിനുള്ളിൽ ഒരു അനക്കം. അദ്ദേഹം സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ആടവിടെ നിൽക്കുന്നു. കാരണം എന്താ? ആടെന്ത് ചെയ്യുന്നറിയാമോ? ഈ വള്ളിപ്പടർപ്പെല്ലാം തിന്നതുകൊണ്ടാണ് ആടിനെ ഈ വേടനെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെ വേണമെന്നാ കിട്ടു പറയുന്നത് അല്ലേ? അപ്പോൾ പിന്നെ ഈ വള്ളിപ്പടർപ്പെല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ ആടിനെ കാണാൻ കഴിഞ്ഞു. ആടിനെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ആ വേടൻ എന്ത് ചെയ്യുന്നറിയാമോ? അമ്പെടുത്ത് വില്ലിൽ വെച്ച് പിന്നെ അമ്പ് ചെയ്ത് ഈ ആടിനെ കൊന്ന് പിടിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് സഹായം ചെയ്യുന്നവരെ, നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുതെന്നുള്ളതാണ് അല്ലേ? അവരെ മറക്കാൻ പാടില്ല. അവർക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ
യേശുപ്പച്ചനുണ്ടല്ലോ, യേശുപ്പച്ചൻ പഠിപ്പിക്കുന്നത് നന്മ ചെയ്തവർക്ക് മാത്രമല്ല, നമ്മളോട് തിന്മ ചെയ്യുന്നവരെ പോലും നമ്മൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? അത് കഴിയണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണം. അവരെ നമുക്ക് സഹായിക്കാൻ കഴിയണം. അവരുടെ മനസ്സിൽ അതൊരു നോവുണ്ടാക്കും. പിന്നീട് ഒരിക്കലും അവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കഥ ഇഷ്ടമായല്ലോ. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. യേശുപ്പച്ചൻ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ഏതാണെന്ന് കണ്ടെത്തുക, പറയുക. നിങ്ങൾക്ക് സമ്മാനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. അതുവരെ ടാറ്റാ. ടാറ്റാ.